വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു നടനെ വെച്ചിട്ട് എൻ്റെ സുഹൃത്തായ ആരെങ്കിലും ഒരു പടം സംവിധാനം ചെയ്യുമ്പോഴത്തേക്കിന് എന്നെ എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്ത് വിടാന്ന് ചോദിച്ചിട്ട് ഞാൻ വെറുതെ അത് ലോജിക്കില്ലല്ലോ. അത് നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമയെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ ജഡ്ജ് ചെയ്യാനും പറ്റില്ല. പറഞ്ഞു വരുമ്പോഴത്തേക്കിനും ഇതൊരു ബിസിനസ് ആണല്ലോ. ജയ്ഹിം ഡിയർ ഫ്രണ്ടും ഹൃദയവും ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു 10-11 മാസം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. വെരി പേഴ്സണലി എനിക്ക് അത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയാൽ മാത്രമേ ഞാൻ അടുത്തത് ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് അറിഞ്ഞാലും ഞാൻ അതിലേക്ക് കയറുള്ളൂ. അതെനിക്ക് അങ്ങനെ വിട്ടിട്ടുമുണ്ട് ചില പടങ്ങൾ. സിനിമ നടക്കുമ്പോൾ അത് സിനിമയുടെ സമയത്ത് നടക്കും, നമ്മളതനുസരിച്ച് നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ അത് ഇല്ലാതെ കിട്ടുന്ന ഗ്യാപ്പുകളിലാണ് ശരിക്കും നാടകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആഗ്രഹമുള്ളത്ര നാടകങ്ങൾ ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ അമ്മ ഇതേപോലെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് അതെ എന്നെ ഒരു ഓഡിഷന് വിളിച്ചിട്ടുണ്ട്, ഈ ഓഡിഷൻ എന്താ ചെയ്യണ്ടേ പറഞ്ഞതാന്ന്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് അവരെന്തെങ്കിലും ഒരു സീൻ തരും, അവിടെ പോയി ചെയ്താൽ മതി, ആദ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ. അപ്പം അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അവിടെ പോയിട്ട് അമ്മയുടെ തിയേറ്റർ വിസിറ്റും ഭയങ്കര ആവേശത്തിലെ ഏറ്റവും ആവേശമുള്ളത് ആവേശം മാക്സ് ആണ് അവിടെ, ലൈഫിലെ ആവേശം മാക്സ് ആണ്. അപ്പൊ എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു കഥയൊക്കെ കേട്ട് വന്നപ്പോ ഇവരെല്ലാരും കൂടെ എന്നെ പിടിച്ച് ഡയറക്ടർ ഇങ്ങനെ. അപ്പൊ ഇത് പുറത്തുനിന്ന് നോക്കി എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാരും അപ്പുറത്തെ സൈഡിലേക്ക് മാറുന്നു. പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഞാൻ ആയിപ്പോയതാ. കോമഡിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ? എങ്ങനെയാ? ഭയങ്കര കൊതിയാണ് ആൻഡ് സത്യം പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാഞ്ഞിട്ട് പോലും അല്ല, എനിക്ക് വന്ന 1-2 നല്ല ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള ഭാഗ്യം ഇല്ലാണ്ടായി പോയി. കനി കോമഡി ചെയ്യുന്നതും അല്ലെങ്കിൽ ദിവ്യപ്രഭ ഇങ്ങനത്തെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ഫണ്ണി തിങ്സ് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാരും ഇപ്പൊ അതാണ് ഞങ്ങളുടെ ടാക്ടിക്. ഇന്റർവ്യൂല് കുറച്ച് അതനുസരിച്ച് അവിടെ പിടിക്കും, ആരെങ്കിലും ഇമാജിൻ ചെയ്യുമെന്ന് കാത്തിരിക്കും. കാരണം സിനിമകളൊക്കെ മൂന്നോണ്ടില്ലേ, അതങ്ങനെയാണ്. കഴിച്ചിട്ടില്ലാത്ത ഏതോ ക്വിസീനിലെ ഒരു ഫുഡ് ഐറ്റം ആയിട്ട് ഒരു ഡിഷായിട്ട് ആലോചിച്ചാൽ മതി. ഈ ഇതില് പാരഡൈസ് ട്രെയിലർ കണ്ടു നോക്കും, മണത്തൊക്കെ നോക്കുന്നത് പോലെ നല്ല സാധനമാണ്. നമുക്കിപ്പോൾ പരിചയമുള്ള ഒരു മുരിങ്ങക്കോലും ഒരു തക്കാളിയൊക്കെ കാണുന്നുണ്ടാവുള്ളൂ, പക്ഷെ എല്ലാം നമുക്ക് കഴിക്കാവുന്ന സാധനങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും പാലറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ദർശന രാജേന്ദ്രനും റോഷൻ മാത്യു ആണ് ഇന്ന് നമ്മളോടൊപ്പം പാരഡൈസിന്റെ വിശേഷങ്ങൾ പറയാൻ മീഡിയ വണ്ണിൽ എത്തിയിരിക്കുന്നത്. സ്വാഗതം. താങ്ക് യു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പഠനത്തിനാണെങ്കിലും പിന്നീട് ജോലി ചെയ്തും പിന്നീട് സിനിമകളിലൊക്കെ പല പല വ്യത്യസ്തതകൾ തേടുന്ന 2 വ്യക്തികളെ പോലെ തോന്നിയിട്ടുണ്ട്. കരിയർ അത് കഴിഞ്ഞ് പല ഭാഷകളിൽ ചെയ്യുന്നു, ഒപ്പം നാടകം കൊണ്ടുപോകുന്നു, നാടകം സംവിധാനം ചെയ്യുന്നു ഒക്കെ. അപ്പോൾ പാരഡൈസ് സിനിമ അതിൻ്റെ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ അത് പ്രേക്ഷകർക്ക്, മലയാളികൾക്ക് പ്രത്യേകിച്ചും പുതിയൊരു ലോകമായിരിക്കും കാണിച്ചു തരാൻ തോന്നുന്നത്. നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുള്ള ശ്രീലങ്കൻ രാഷ്ട്രീയവും തമിഴ് രാഷ്ട്രീയമൊക്കെ വരുന്ന പുതിയൊരു ലോകം. അപ്പം നിങ്ങളുടെ ഈ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയായിരിക്കും ഈ സിനിമ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം രണ്ടുപേർക്കും? അതൊരു കാരണമല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പ്രധാന കാരണം അതല്ല. പ്രധാന കാരണം എനിക്ക് ഈ സിനിമ അതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ, അതിൽ വർക്ക് ചെയ്ത മറ്റാൾക്കാർ, അതൊക്കെയാണ് ആക്ച്വലി പ്രധാന കാരണം. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കൊളാബറേറ്റീവ് പ്രോജക്റ്റുകൾ നടക്കണം, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരുമിച്ച് വർക്ക് ചെയ്യണം, പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒരു നല്ല സിനിമ വന്നത് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൻ്റെ കൂടെ കുറച്ച് ബോണസുകൾ കിട്ടിയതായിട്ട് കൂട്ടുന്നത്. ദർശനയ്ക്ക് എന്തായിരുന്നു? എനിക്ക് എപ്പോഴും മറ്റേ ഒരു സമയത്ത് പല പല കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ സെർച്ചിൽ വന്ന ഒരു പീസ് മാത്രമാണ് സിനിമയും. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ആ ഒരു സെർച്ചിൽ ഉണ്ടായതാണ് ഈ പടവും. ബട്ട് ഇവൻ പറഞ്ഞ പോലെ ഇറ്റ്സ് ലോട്ട് മോർ ദാൻ ദാറ്റ്. അതുകൊണ്ട് മാത്രമല്ല ഈ പടം ചെയ്തത്. പ്രൈമറി റീസൺ വാസ് ഐ തിങ്ക് ഫോർ മീ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് വായിച്ചിട്ട് ഐ ഫീൽ ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഇമ്മീഡിയറ്റ്ലി തോന്നിയൊരു ക്യാരക്ടറും അതെ. ജസ്റ്റ് ദ ഓപ്പർച്യൂണിറ്റി, ഇത്രയും നല്ല കാസ്റ്റും ക്രൂവിൻ്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഇമ്മീഡിയറ്റ് യെസ് ആയിരുന്നു. ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു ശ്രീലങ്കയിലെ അവർ
അവർ നേരിട്ടൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അത് നമ്മൾ സാധാരണ അത്തരം സാമ്പത്തിക കാര്യങ്ങളൊന്നും ഒരുപാട് ശ്രദ്ധിക്കാത്ത ഒരു സാധാരണ പ്രശ്നം പെട്ടെന്നാണ് ശ്രീലങ്ക അങ്ങനെ അങ്ങ് തകർന്നു പോവും. ഇത്രയും പൈസയുടെ പ്രശ്നം എന്താണ് വെച്ചാൽ നമുക്ക് ആ നാടുമായിട്ട് പലപ്പോഴായിട്ട് പല ബന്ധങ്ങളുണ്ട്. എസ്പെഷ്യലി കേരളം തമിഴ്നാടിനൊക്കെ അവിടുത്തെ പൊളിറ്റിക്സും രാഷ്ട്രീയം ഒക്കെ ആയിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ പെട്ടെന്നാണ് വാർത്തകളിൽ അറിയുമ്പോൾ എങ്ങനെയാണ് ഒരു നാട് ഇത്രമാത്രം പാപ്പരായി തീരാന്ന് നമുക്ക് അറിയാത്തത്. പിന്നെയാണ് അതിനെപ്പറ്റി ആളുകൾ വായിക്കാൻ അറിയാൻ തുടങ്ങുന്നത്. അപ്പൊ ഇതിനകത്ത് എത്തുമ്പോൾ നമ്മൾ ട്രെയിലറിൽ കാണുന്ന ഈ കഥാപാത്രങ്ങളും ശ്രീലങ്കയിലേക്ക് എത്തുന്നത് അവിടുത്തെ ഒരു സിറ്റുവേഷനെ പറ്റി അത്ര അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. അവർ അവരുടെ ഒരു പേഴ്സണൽ ഒരു വിവാഹ വാർഷികം ആഘോഷിക്കാൻ എത്തുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രമേയത്തെ പറ്റിയിട്ട് അറിയുന്നതിന് മുൻപ് തന്നെ ശ്രീലങ്കയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര അവെയർ ആയിരുന്നു? അല്ലെങ്കിൽ ഈ സിനിമയോടൊപ്പം സഞ്ചരിച്ച ഒരു സമയത്ത് പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് അതിന്റെ റൂട്ട് കോസ് അതെങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുന്നത് അങ്ങനെ കുറെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും? കുറെ മനസ്സിലാക്കിയത് സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരെല്ലാവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ്റെ ടൈമിൽ തന്നെ. അതിനു മുമ്പ് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ റിയാലിറ്റി എന്നുള്ളത് മാത്രം അറിയായിരുന്നു. അപ്പൊ അത് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അതിലുള്ള പെർസ്പെക്റ്റീവ് ഒന്നും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് കിട്ടിയതെല്ലാം പുതിയ ഇൻഫർമേഷൻ തന്നെയായിരുന്നു. അത് എത്രത്തോളം ട്രാവൽ ചെയ്തിരിക്കുന്നു, എല്ലാ ദിവസത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ അത് ഐ ഫീൽ ലൈക്ക് അവിടെ പോയി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇപ്പോൾ 5 പേരും ശ്രീലങ്കൻസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഡെഫിനറ്റ്ലി മോർ. ഇപ്പൊ നമ്മൾ ഈ യങ് ആക്ടേഴ്സിൽ കുറച്ച് പേരെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഗൗരികൃഷ്ണനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില സിനിമകൾ സെലക്ട് ചെയ്യുമ്പം അവർ ചൂസ് ചെയ്യുക അവരുടെ കഥാപാത്രം ഒന്ന് ഓർമ്മയിൽ നിൽക്കണം, അതിനൊരു പ്രോപ്പർ ക്യാരക്ടർ ആർക്ക് വേണം. അതേസമയം നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പ്രൊഫഷനാണ്, ഇവിടെ നിലനിൽക്കുക എന്നുള്ളതും റെലവെൻ്റ് ആയിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചില സിനിമകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ക്രൂവിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നമ്മൾ പോസ്റ്ററിലും ആളുകളിലേക്ക് കൂടുതൽ എത്തുന്ന സ്പേസിലേക്ക് എത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു കമ്പൈൻഡ് സാധനമാണ് ഇപ്പം ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരുടെ ഇപ്പോൾ കുറച്ച് വർഷമായല്ലോ സിനിമയിൽ, നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. ഇപ്പം നിങ്ങളുടെ ഇതാണോ നിങ്ങളുടെയും ഒരു കരിയർ പ്ലാൻ? ഓക്കെ, ലൈക്ക് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടോ? എ മിക്സ് ഓഫ് ഡിഫറെൻറ്റ് റോൾസ് അല്ലെങ്കിൽ അത്തരം സിനിമകൾ, അതേസമയം തന്നെ കൊമേഴ്ഷ്യലി നമ്മളൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് റെലവെൻ്റ് ആയിട്ടിരിക്കുക, സ്പേസ് നിലനിർത്തി പോവുക എന്നുള്ളത്? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി റെലവെൻ്റ് ആയിട്ട് നിൽക്കുക എന്നത് ഞാൻ ട്രൈ ചെയ്യാറില്ല. ആസ് ഇൻ ചെയ്യണം എന്നറിയാം പലപ്പോഴും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓക്കെ 2 ഹിറ്റ് വന്നു, അത് ഇനി അങ്ങനത്തെ പടങ്ങൾ ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ടൈപ്പ് പടങ്ങൾ ചെയ്താൽ നമ്മൾ ഒരു സ്പേസിലേക്ക് എൻ്റർ ചെയ്യും, അതൊക്കെ അവെയറാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റിയിട്ടില്ല സിനിമേനെ. എനിക്ക് വെരി പേഴ്സണലി എനിക്കത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയാൽ മാത്രമേ ഞാൻ അടുത്തത് ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് അറിഞ്ഞാലും ഞാൻ അതിലേക്ക് കയറുള്ളൂ. അതെനിക്ക് അങ്ങനെ വിട്ടിട്ടുമുണ്ട് ചില പടങ്ങൾ. എനിക്ക് പേഴ്സണലി അതിലേക്ക് ഫുള്ളി എത്താൻ പറ്റില്ല. അത് ചെയ്താൽ എനിക്ക് ഗുണം മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞാലും ആ പടത്തിന് എനിക്ക് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആവണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡിങ് മൈ മെൻ്റൽ ഹെൽത്ത് പല കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടാണ് പടത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ജയ്ഹേം, ഡിയർ ഫ്രണ്ടും ഹൃദയവും ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു 10-11 മാസം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതും ഒരു ചോയ്സാണ്. അത് ഒട്ടും എളുപ്പമുള്ള ചോയ്സ് അല്ല, എസ്പെഷ്യലി വെൻ വർക്ക് ഇസ് കമ്മിങ്. വർക്ക് വരുന്നു പക്ഷെ ഞാൻ ആ വർക്ക് എടുക്കുന്നില്ല, എനിക്ക് വേണ്ടത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ റെലവൻസിനെക്കാട്ടിലും നാളെ ഞാൻ റെലവൻ്റ് അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യണം, ഹാപ്പി ആയിട്ട് ഫുള്ളി ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ നാളെ ഇപ്പോൾ ഞാൻ ഇതിൽ സിനിമയിൽ ഞാനിപ്പോൾ കുറേ കാലം കഴിഞ്ഞ് മറന്നു ആൾക്കാർ, ഇനി വരുന്നില്ല എന്നുള്ളതാണ് സത്യമെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യും. ബട്ട് ഐ വിൽ കണ്ടിന്യൂ ടു വർക്ക് ഫോർ സിനിമ ഇൻ സം വേ. ഓർ എനിക്ക് വേറെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ താല്പര്യമുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ അത് ചെയ്യും. പക്ഷേ ചെയ്യുമ്പോൾ എനിക്ക് ഫുള്ളി ചെയ്യണം. അതും ഞാൻ ഭയങ്കര ഒരു പ്രിവിലേജ് സ്പേസിൽ നിന്ന് മാത്രം പറയുന്നതാണ്. എസ്പെഷ്യലി സസ്റ്റെയിൻ ചെയ്യാനൊക്കെ ഇപ്പോൾ ഇത്രയും കാശ് വെച്ച് ഞാൻ ജീവിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കപ്പോൾ ആ 3 പടത്തിൻ്റെ കാശ് വെച്ചിട്ട് 10 മാസം വെറുതെ ഇരിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഞാനൊരു കുട്ടിയെ നോക്കുന്നില്ല, എൻ്റെ അമ്മയച്ഛനെ നോക്കേണ്ടി വരുന്നില്ല. അങ്ങനത്തെ ഒരു പല കാര്യങ്ങളുടെ ഒരു പ്രിവിലേജ്ഡ് കംഫർട്ടബിൾ സ്പേസിൽ നിന്നാണ് എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര സെൽഫിഷ്ലി ആണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്ട്രാറ്റജി മൊത്തം എൻ്റെ സന്തോഷം മാത്രമാണ്. സന്തോഷം തന്നെയാണോ? സന്തോഷം ഡെഫിനറ്റ്ലി ഉണ്ട്, അതാണല്ലോ ഏറ്റവും വലിയ റീസൺ. അതുകൊണ്ടാണല്ലോ ഇറങ്ങി പുറപ്പെട്ടത്. അല്ല, പക്ഷെ നന്നായിട്ട് വർക്ക് ചെയ്താൽ എന്നും വർക്ക് ഉണ്ടാവും എന്നുള്ളൊരു
അന്ധമായ വിശ്വാസത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ കാര്യമായ സ്ട്രാറ്റജി ഒന്നുമില്ല. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ഇതിലെങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണം ചെയ്താലും എന്ന് പോലും എനിക്ക് വലിയ ധാരണയില്ല, അതിനെ പറ്റിയിട്ട് അധികം ആലോചിച്ചിട്ടില്ല. അപ്പോൾ നല്ലപോലെ വർക്ക് ചെയ്യണമെങ്കിൽ താല്പര്യമുള്ള സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ നല്ല ആൾക്കാരോട് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് റീസൺസ് ഉണ്ട് എനിക്ക് ഒരു സിനിമ ചെയ്യാനായിട്ട്. അതിൽ ആക്ച്വലി എല്ലാ കാരണങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു പടം ചെയ്യുന്നത് അത്യാവശ്യമാണ്, ബാങ്ക് അക്കൗണ്ട് കണ്ടോ എന്നുള്ളത് പോലും അതിലൊരു കാരണമാണ്. അത് വേറെ നിവൃത്തിയൊന്നുമില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ അത് അല്ലാതെ പോകാൻ പറ്റുന്നിടത്തോളം കാലം എനിക്ക് താല്പര്യമുള്ള സിനിമകൾ എടുത്തിട്ട് അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഒരു വിശ്വാസമാണ്, വർക്ക് നന്നായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിക്കും. ഇനി ആരും വിളിക്കുന്നില്ലെങ്കിൽ നന്നായിട്ടില്ല, അത് ഡീൽ ചെയ്തോ അപ്പോൾ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ പാരഡൈസ് പോലുള്ള സിനിമകൾ ഇപ്പൊ ഫെസ്റ്റിവൽസിൽ പ്രദർശിപ്പിക്കും. അവിടെ ഒരു ക്രൗഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ മൊമെന്റ് ഉണ്ടായിരിക്കും. അവരതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, നിർത്താതെ. ഇപ്പം സിനിമ വിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആളുകൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ തരുന്നൊരു സന്തോഷമുണ്ട്. പിന്നീട് അത് കുറേ നാളുകൾക്ക് ശേഷം, ഫെസ്റ്റിവൽസ് ഒക്കെ ലോകം മുഴുവൻ സഞ്ചരിച്ച ശേഷം, പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് നിങ്ങളെ വളരെ പരിചയമുള്ള, നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുകയാണ്. ഈ രണ്ട് ഇതിന് നിങ്ങൾ ഒരേ എക്സൈറ്റ്മെന്റോടെയാണോ കാണുക? ഇവിടുത്തെ റിലീസിന് കുറച്ച് എക്സൈറ്റ്മെന്റ് സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൗതുകമൊക്കെ ആണല്ലോ നമ്മുടെ ആൾക്കാർ ഇത് കണ്ടിട്ട് എന്ത് പറയുന്നു, അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബേസിക്കലി സെയിം ഒരു നാടകം ചെയ്ത് കഴിഞ്ഞാൽ അത് പലയിടത്ത് ഓടി നടന്ന് കളിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരു ഷോയ്ക്ക് വീട്ടുകാർ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ചെറിയൊരു, പക്ഷെ ആ പ്രത്യേകത ഉള്ളതുകൊണ്ട് നാടകത്തിൽ ഡേഞ്ചർ ഉണ്ട്. കൂടുതൽ നന്നായിട്ട് അഭിനയിക്കാതിരിക്കാൻ നോക്കണം. അങ്ങനത്തോട്ടൊക്കെ സിനിമ ചെയ്തു നമ്മുടെ. പക്ഷെ ഭയങ്കര രസമായിരുന്നു. എനിക്കിപ്പോൾ ഞാൻ ജയഹേ ഈ തിയേറ്റർ വിസിറ്റ്സ് ഒക്കെ ചെയ്ത് യുനോ ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ കമേഴ്ഷ്യലി അങ്ങനത്തെ ഒരു പടം എല്ലായിടത്തും പോകുന്നു, ഭയങ്കര പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു കാലം. അതേപോലെ ഇതിൽ ഫെസ്റ്റിവൽസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് വേറൊരു വേൾഡ് ആണല്ലോ ഒരു പടമായിട്ട്. ഇങ്ങനെ വേറെ വേറെ ഓഡിയൻസസിൻ്റെ കൂടെ പോയി കാണുന്നു, ഫെസ്റ്റിവൽസിൽ ഡിസ്കഷൻസ്, അതിന് വരുന്ന ക്രൗഡ് വേറെ ടൈപ്പ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ് ആയിട്ടാണല്ലോ ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്. അപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ്. ഇപ്പൊ ഈ സന്തോഷത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് സിനിമയും വേഷങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പോൾ ഹൃദയത്തിലെ വേഷമാണെങ്കിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജയ് ഹേന്റെയും എല്ലാത്തിലും ഒരു എന്താ പറയുക, ആ ക്യാരക്ടറിന് ഒരു ഭയങ്കര ആർക്ക് ഉണ്ടായിരിക്കും. ഹൃദയത്തിൽ ആ ക്യാരക്ടർ മുടി അഴിച്ചിടുക, പൊട്ടുകുതിയ, അങ്ങനെ ഒരു സന്തോഷം. പിന്നെ അവരൊരു കടന്നു പോകുന്ന ആ ഒരു സിനിമയിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസ് വരുന്നത് ആ ക്യാരക്ടർ. ഇപ്പൊ ജയ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഈ സന്തോഷത്തിനൊപ്പം തന്നെ മറ്റെല്ലാം ഇപ്പൊ ജന്നത്താണെങ്കിലും ഡിയർ ഫ്രണ്ടിലെ ക്യാരക്ടറിന് അങ്ങനെയുണ്ട്. ഈ ക്യാരക്ടർ ആർക്ക് കൂടെ ഭയങ്കരമായിട്ട് നോക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സിമിലാരിറ്റി തോന്നി കഥാപാത്രങ്ങൾക്ക്. ഇങ്ങനെ പോവാതെ ഇവിടെ എത്തുക, അല്ലെങ്കിൽ അവർക്ക് ഒരു കംപ്ലീഷൻ ഉണ്ടാവുക, ഒരു ഗ്രോത്ത് ഉണ്ടാവുക, അങ്ങനെ തോന്നി. അത് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ലക്കിയാണ് ആസ് എൻ ആക്ടർ. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെ തന്നെ വേണമെന്നൊന്നും എനിക്കില്ല. ഇപ്പോൾ ഈവൻ എനിക്കിപ്പോഴും ഇതിനൊക്കെ മുമ്പ് ചെയ്തിരുന്ന ചെറിയ ക്യാരക്ടേഴ്സ് വന്നാൽ ഞാൻ ഇന്നും ചിലപ്പോൾ ഇപ്പോൾ സേ വൈറസിൽ അങ്ങനെ ഒരു വലിയൊരു ആർക്കായിട്ട് കാണുന്നില്ലെങ്കിലും ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് സ്റ്റിൽ എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ആ കുട്ടിയുടെ സ്റ്റോറി എനിക്ക് ഇന്നും പറയാൻ താല്പര്യമുള്ള ഒരു കഥയാണ്. അപ്പോൾ അതിന്നും ഞാൻ ചിലപ്പോൾ എന്തായാലും ചെയ്യും ആ ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ തന്നെ ഐ ഫീൽ ദാറ്റ് വേ. അപ്പം എനിക്ക് ആ ഇത്രയും സ്ക്രീനിൽ കാണിക്കുന്നതിൽ ഒബ്വിയസ്ലി ആ ഒരു ക്യാരക്ടറിനൊരു ആർക്ക് എന്തായാലും ഉണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ. ആക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഇത്രയും സ്പേസിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ലെയേഴ്സ് എവിടെയെങ്കിലുമൊക്കെ വരും. അപ്പോൾ എനിക്കിപ്പോൾ ഈ സിനിമയിൽ ഭയങ്കരമായൊരു ആർക്കുണ്ട്. എന്നാൽ ഒന്നും പറയുന്നില്ല ഈ കുട്ടി. അമൃതേത് നമ്മൾ ലൈക്ക് ഡയലോഗായിട്ട് കേൾക്കുന്ന വളരെ കുറവാണ്. സംസാരവും ഇവൻസും ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ ഓൾമോസ്റ്റ് ഈ പടത്തിൽ. പക്ഷെ അതിലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമുക്ക് ഈ ആലോചിച്ച് വെച്ചതൊക്കെ വിൽ പ്ലേ ഇൻ ടു ഈ ചെറിയ ചെറിയ സീൻസ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ 10 കാര്യങ്ങളുടെ വെയിറ്റ് ഉണ്ടാവും ആ ഒരു ഡയലോഗിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നത് ഇന്ന് മലയാളത്തിൽ എഴുതുന്ന ക്യാരക്ടേഴ്സൊക്കെ അത്രയും നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഐ എം ജസ്റ്റ് ലക്കി ദാറ്റ് ഐ ഗെറ്റ് ടു പ്ലേ ഇറ്റ്. ഇപ്പോൾ റോഷൻ നാടകങ്ങളും ചെയ്യുന്നതാണല്ലോ, അതിൽ സംവിധാനം കൂടെ ചെയ്യുന്നതാണല്ലോ. ഇപ്പം കനി ഒരു അഭിമുഖത്തിൽ ഈ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അവർ ചെയ്തതിൽ
അവർക്ക് ഏറ്റവും സന്തോഷം തരുന്ന 3 നാടകങ്ങളിലൊന്ന് നോർമൽ ഫാമിലി ആണെന്ന്, നിങ്ങളുടെ ആ ഒരു ടീമും അത് ചെയ്യാൻ പറ്റിയതെന്നൊക്കെ. അപ്പോൾ ഈ നാടകങ്ങളുടെ അതിൻ്റെ ഒരു ലോകം, അവിടെ സംവിധാനത്തിന് കിട്ടുന്ന ഒരു സമയം, അത് പിന്നെ ഒരു നീണ്ട പ്രോസസ്സാണല്ലോ, ഓരോ തവണയും പോയി കളിക്കുക എന്നുള്ളത്. ഈ സിനിമയ്ക്കിടയിൽ അതിനുള്ള സമയം കൂടെ കണ്ടെത്തുന്നതും ലൈക്ക് ഇത് രണ്ടും കൂടെ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? രണ്ടിന് സമയം ഒരുപാട് വേണമല്ലോ. ഈ സിനിമയുടെ സമയം നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എല്ലാവരും കുറച്ച് സിനിമയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. സിനിമ നടക്കുമ്പോൾ അത് സിനിമയുടെ സമയത്ത് നടക്കും, നമ്മളതനുസരിച്ച് നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് വേണം. അപ്പോൾ അത് ഇല്ലാതെ കിട്ടുന്ന ഗ്യാപ്പുകളിലാണ് ശരിക്കും നാടകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആഗ്രഹമുള്ളത്രയും നാടകങ്ങൾ ചെയ്യാനും പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചയായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ഗ്യാപ്പായിരിക്കും 6 മാസമായിട്ട് നീണ്ടു പോകുന്നത്. പക്ഷെ അതിൽ ഓരോ പോയിന്റിലും നമ്മൾ നമ്മുടെ അടുത്ത് പറയുന്നത് ഒരു 2 ദിവസം കൂടെ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ 2 ദിവസം കൊണ്ട് എന്ത് നാടകം ചെയ്യാനാന്ന് വിചാരിച്ചൊന്നും ചെയ്യൂല. പക്ഷെ അങ്ങനെ ഇരിക്കും ചിലപ്പോൾ. നമ്മൾ 10 പേര് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് 10 പേരും 10 മാസമൊക്കെ വെറുതെ ഇരിക്കും. അപ്പോ ഭാഗ്യത്തിനാണ് ശരിക്കും ആ ഒരു നാടകം തന്നെ നടന്നത്. ഞാൻ അങ്ങനെ ഒരു വലിയ നാടക സംവിധായകനൊന്നും അല്ല. നാടകം താല്പര്യമുണ്ട്, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, നിവർത്തിയുടെ കൊണ്ട് മാത്രം നാടകം സംവിധായകൻ. കുറെ ശ്രമിച്ചു നമ്മളൊക്കെ കൊണ്ട് ഡയറക്ട് ചെയ്യിപ്പിക്കാൻ. എനിക്കൊരു നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ളതിലാണ് ആ കോൺവെർസേഷൻ തന്നെ തുടങ്ങിയത്. നോർമൽ ഫാമിലിയുടെ അപ്പൊ ഞാൻ എറണാകുളത്തുള്ള 1-2 നാടക കമ്പനികളിൽ പോയി, ലോകധർമ്മിയിൽ പോയി ചന്ദ്രാസൻ സാറിനെയൊക്കെ കണ്ടു. അപ്പൊ നമ്മള് അഗൈൻ അവർക്കൊരു ടൈം കമ്മിറ്റ്മെന്റ് വേണം, ഇന്ന സമയത്ത് ഉണ്ടാവണം. നമ്മൾ ആ സമയത്ത് സിനിമയൊക്കെ ജസ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അവരൊന്നും ചെയ്യുന്നില്ല. പിന്നെ കൊച്ചിയിൽ ആ സമയത്തൊന്നും അത്ര ആക്റ്റീവായിട്ട് നാടകങ്ങൾ നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു കഥയൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്നെ പിടിച്ച് ഡയറക്ടർ ഇങ്ങനെ. അപ്പൊ ഇത് പുറത്തുനിന്ന് നോക്കി എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാരും അപ്പുറത്തെ സൈഡിലേക്ക് മാറി. അങ്ങനെ ഞാൻ ആയിപ്പോയത്. അല്ലെങ്കിൽ ഇപ്പൊ ബോംബെയിലായിരുന്ന സമയത്തോ ചെന്നൈയിലായിരുന്ന സമയത്തോ ഞാൻ സംവിധാനം ചെയ്തിട്ടില്ല. കാരണം എന്നെക്കാളും കഴിവും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാർ നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട്. നമുക്ക് പോയി അഭിനയിച്ചാൽ മതി, എളുപ്പമാണ് പണിയും. നമുക്ക് ആ സ്റ്റേജിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. പിന്നെ നാടകത്തിന്റെ ഒരു കൺസ്ട്രക്റ്റും അങ്ങനെയാണല്ലോ. ഒരാൾ സംവിധായകനാണോ, ആർട്ട് ഡയറക്ടറാണോ, അതിലെ ആക്ടറാണോ, എല്ലാവരും പിന്നെ ഇത് ഐ തിങ്ക് മോർ ദാൻ റോഷൻ ആ നാടകം ചെയ്തിട്ട് ഐ ഫീൽ വൺ തിങ് ദാറ്റ് ഐ ഫെൽറ്റ് വെരി സ്ട്രോങ്ലി ഈസ് ഫെസിലിറ്റേറ്റ് ചെയ്തതാണ് ചെയ്തത്. ദാറ്റ്സ് വാട്ട് ഐ വുഡ് സേ ഹി ഡിഡ് ഫോർ ദ പ്ലേ. നമ്മളെല്ലാവരും അത്രയും തന്നെ ഇൻവോൾവ് ചെയ്തു. ഹി വാസ് ദി ഔട്ട്സൈഡ് ഐ ഹു ഫെസിലിറ്റേറ്റഡ് ദാറ്റ് തിങ് ഫോർ അസ്. അപ്പോൾ ഐ തിങ്ക് ഇനിഷ്യലി ആ ഡയറക്ടർ പൊസിഷനിൽ കയറ്റിയിരുത്തി. പക്ഷേ ഹി വാസ് ഓൾസോ എന്താ പറയുക, ഭയങ്കര കൊളാബറേറ്റീവ് നേച്ചർ ആയിരുന്നു. നമ്മൾ എന്താ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത് തൊട്ട് ഓരോ സീൻസിലും നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഔട്ട്സൈഡ് ആയിട്ട് വേറൊരാൾ നിന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു ആൻഡ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ്ലി കെയിം ടുഗെദർ ദിസ് വേൾഡ് ഓഫ് പീപ്പിൾ. അപ്പോൾ ചെറുതായിട്ട് ഞാനും രാജേഷും മായനദിയിൽ രാജേഷ് AD ആണ്. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നു, നാടകം ചെയ്യണം എപ്പോഴെങ്കിലും. അതേപോലെ ഞങ്ങൾ ഈ കോൺവെർസേഷൻ പലപ്പോഴായിട്ട് വേറെ വേറെ ആൾക്കാരോട് കൂടെ സംസാരിക്കുന്നു, ഇത് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇവരെയൊക്കെ ഒന്ന് വെറുതെ കൂട്ടി ഒന്ന് ഐഡിയേറ്റ് ചെയ്ത് നോക്കാം. അവിടെ നിന്ന് ഉണ്ടായ നാടകമാണ് അത്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ടുണ്ടായൊരു പ്രോസസ്സാണ്. ഇപ്പോൾ റോഷന്റെ കഥാപാത്രങ്ങളിൽ ഈ പറഞ്ഞതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള വേഷങ്ങളും ഭയങ്കര അത്തരം വികാരങ്ങളുള്ളതും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അധികം വന്നിട്ടില്ലെങ്കിലും രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കോമഡി ഇപ്പോൾ രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു സമയം ഇപ്പം മറ്റേ അടിക്കപ്പേരയിലൊക്കെയുള്ള ചെറിയ വേഷങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴും റോഷൻ അസോസിയേറ്റ് ചെയ്യുന്നത് കുറേ കൂടെ ഇപ്പോൾ മൂത്തോലിന്റെ ടൈപ്പ് വേഷങ്ങൾ, അല്ലെങ്കിൽ പിന്നെ പണ്ട് വന്ന പുതിയ നിയമവും അങ്ങനെയൊക്കെയുള്ള വേഷങ്ങളാണ്. പക്ഷെ ആനന്ദത്തിലാണെങ്കിലും ഇതിലൊക്കെ ആയിട്ട് കോമഡി രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ ആക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുൾ ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പരിപാടി എന്ന് എല്ലാവരും പറയുന്നത് കോമഡിയാണ്. കോമഡിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ? എങ്ങനെയാണ്? ഭയങ്കര കൊതിയാണ് ആൻഡ് സത്യം പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാഞ്ഞിട്ട് പോലും അല്ല, എനിക്ക് വന്ന 1-2 നല്ല ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള ഭാഗ്യം ഇല്ലാണ്ടായി പോയി. കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ സിനിമകൾ തന്നെ. അപ്പൊ അങ്ങനെ മിസ്സായി പോയിട്ടുള്ള 1-2 സാധനങ്ങളുണ്ട് റീസെന്റ്. അപ്പൊ ഇനി ഒരെണ്ണം വരുമ്പോ ഇല്ലില്ല, അത് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ. പക്ഷെ മാസ്റ്റർ പീസ് ഈ സീരീസില് ചെറിയൊരു സാധനം ലാസ്റ്റിൽ അത് രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. നമുക്ക് ശരിക്കും സെറ്റിൽ പോയിട്ട് നമുക്കും എൻജോയ് ചെയ്യാം. നമ്മൾ എൻജോയ് ചെയ്താലേ ഇത് വർക്ക് ആവുള്ളൂ. അത് പൊതുവേ ഇറ്റ്സ് ട്രൂ വിത്ത് ആക്ടിങ്. പക്ഷെ ഭയങ്കര കൊതിയാണ് ചെയ്യാൻ. ലാസ്റ്റ് വന്നത് 1-2 നല്ലത് പിടിക്കാൻ പറ്റിയില്ല. ഇനിയും വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുക. എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് എന്തോ ഭയങ്കര മറ്റേ സീരിയസ്. ഐ തിങ്ക് ഈ നാടകം ഞാൻ പറഞ്ഞ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ
എല്ലാവരെയും ഞങ്ങളിപ്പോൾ 7-8 മാസം വർക്ക് ചെയ്തുകൊണ്ട് ഇവരെയൊക്കെ വേറെ വേറെ രൂപത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റോഷൻ്റെ ഇപ്പോൾ കോമഡി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കനി കോമഡി ചെയ്യുന്നതും അല്ലെങ്കിൽ ദിവ്യപ്രഭ ഇങ്ങനത്തെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ഫണ്ണി തിങ്സ് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങളുടെ നാടകം ഒരു കോമഡി നാടകമായിരുന്നു. കോമഡി ആയിരുന്നു. ഇത്രയും ഇന്റൻസ് ആൾക്കാരെല്ലാരും കൂടെ മലയാളത്തിൽ പക്ഷെ ഞങ്ങൾ ആക്ച്വലി മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇറ്റ്സ് ഫണ്ണി, ഇറ്റ്സ് വെരി ലൈറ്റ് ഹാർട്ടഡ് ഫൺ കോൺവെർസേഷൻ. അവരുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ തോന്നാറുണ്ട് ലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും ഇപ്പൊ അതാണ് ഞങ്ങളുടെ ടാക്ടിക്. ഇന്റർവ്യൂല് കുറച്ച് അതനുസരിച്ച് അവിടെ പിടിക്കും, ആരെങ്കിലും ഇമാജിൻ ചെയ്യുമെന്ന് കാത്തിരിക്കും. കാരണം സിനിമകളൊക്കെ മോന്തണ്ടില്ലേ, അതങ്ങനെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പാരഡൈസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ കാനിൽ പോയ സിനിമകളെ സംബന്ധിച്ച് അനുരാഗ് കശ്യപ് തന്നെ എടുത്തു പറയുന്നുണ്ടായിരുന്നു, അത്തരം സിനിമകൾക്ക് ആക്ച്വലി അതിന്റെ ഒന്നും പ്രൊഡക്ഷനിലോ ബാക്കി സ്പേസസിലോ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനീസോ അല്ലെങ്കിൽ ഇന്ത്യന്റെ ആളുകളോ ഇൻവോൾവ് അല്ല. ബട്ട് ക്രെഡിറ്റ് വരുന്ന സമയത്ത് ഇന്ത്യൻ മൂവിയായിട്ട് അത് ഭയങ്കരമായിട്ട് അതെങ്കിലും ചെയ്യുന്നത് നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. മീഡിയയിൽ അത്ര വിസിബിലിറ്റി അങ്ങനെ സിനിമകൾ കുറെ പേര് എന്തായാലും അത് വരുമ്പോൾ കാണാനുണ്ടാവുമല്ലോ അങ്ങനെ കരുതുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ ഒരു പ്രൊഡക്ഷൻ സ്പേസിൽ അല്ലെങ്കിൽ അത്തരം ഇൻഡിപെൻഡന്റ് സിനിമകളായി ചെയ്യുന്ന ആളുകൾക്ക് കുറേം കൂടി ഒക്കെ എന്തെങ്കിലും ഒരു സംവിധാനം വേണമെന്ന് എനിക്ക് തോന്നില്ല. അതിനുള്ളൊരു നിങ്ങളുടെ ഒരു ഫിലിം ഗ്രൂപ്പിന്റെ അകത്ത് അതിന്റെ ഒരു പ്രൊഡക്ഷൻ പറയുന്നത് ഒരു പ്രൊജക്ട് ഓൺ ആവാൻ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റാന്നൊക്കെ നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ഇപ്പൊ കാനിലേക്ക് പോകുന്ന എല്ലാ സിനിമകളുടെയും കാര്യം അതാണ്. ഇപ്പം മറ്റ് ഫെസ്റ്റിവൽസിൽ പോയിട്ടുള്ളതൊക്കെ ഇപ്പൊ ഗേൾസ് വിൽ ബി ഗേൾസ് എല്ലാത്തിലും അങ്ങനെ നിങ്ങൾ ആലോചിക്കാറുണ്ട് എങ്ങനെ ഇതൊന്ന് ടാക്കിൾ ചെയ്ത് നമ്മളൊന്ന് മുന്നോട്ട് പോകാന്നുള്ളത്? ആലോചിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളല്ല അതിലെ പ്ലേയേഴ്സ്, അതിന്റെ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരൊന്നും നമ്മളല്ല. പിന്നെ അത് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരെ തന്നെ നമുക്ക് ഇത് ബേസ് ചെയ്ത് നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് സിനിമയെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവരെ ജഡ്ജ് ചെയ്യാനും പറ്റില്ല. പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇതൊരു ബിസിനസ് ആണല്ലോ. അതെ, ബിസിനസ് റൺസ് ഓൺ നമ്പേഴ്സ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് വാല്യൂ, വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു നടനെ വെച്ചിട്ട് എൻ്റെ സുഹൃത്തായ ആരെങ്കിലും ഒരു പടം സംവിധാനം ചെയ്യുമ്പോഴത്തേക്കിനും എന്നെ എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്ത് വിടാന്ന് ചോദിച്ചിട്ട് ഞാൻ വെറുതെ, അത് ലോജിക്കില്ലല്ലോ. അത് അതേപോലെ തന്നെയാണ് ഒരു സിനിമയിൽ ഇടുന്ന പൈസ ഇത്ര മടങ്ങായിട്ട് തിരിച്ച് കളക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ബിസിനസ് മുമ്പോട്ട് പോവുള്ളൂ. അപ്പോൾ അതിലൊക്കെ ചില നല്ല സിനിമകൾ ഒരു സപ്പോർട്ടും ഇല്ലാതെ ആരും കാണാനില്ലാതെയും അങ്ങനെ അങ്ങ് പോയി പോകുന്നുണ്ട്. അപ്പോൾ അതില് നമുക്കൊക്കെ ഇതിനെ പറ്റിയിട്ടിരുന്ന് സംസാരിക്കാന്നല്ലാതെ ഈ പറഞ്ഞ പോലെ ആസ് ആക്ടേഴ്സ് ഈ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ ദർശന കൃഷാന്ത് വിളിക്കുമ്പോൾ ഒരു പുരുഷപ്രേതം ചെയ്യാൻ പോകുന്നു, പാരഡൈസ് വരുമ്പോഴത്തേക്കിനും നമ്മൾ ചെയ്യുന്നു. ഞാൻ ലാസ്റ്റ് മലയാളത്തിൽ ചെയ്ത ഇത്തിരി നേരം എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്ത പ്രശാന്ത് വിജയുടെ ലാസ്റ്റ് പടം IFFK മാത്രമേ കളിച്ചിട്ടുള്ളൂ. ആ പടം ഇതുവരെ ബ്യൂട്ടിഫുൾ സിനിമ, അതിശയങ്ങളുടെ വേനൽ എന്ന് പറഞ്ഞ ആ പടം ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോമിലും വന്നിട്ടില്ല. ഇനിയും അത് വിറ്റുപോയിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സിനിമകളിൽ ഒരെണ്ണമാണ്. അപ്പോൾ ന്യൂട്ടൺ പോലത്തെ പ്രൊഡക്ഷൻ ഹൗസസ് വന്നിട്ട് ഇതിനെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ന്യൂട്ടൺ ആക്ച്വലി പാരഡൈസിനെ ഭയങ്കരമായിട്ട് ബാക്ക് ചെയ്യുന്നുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ പാരഡൈസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സിബിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയും താങ്ങി പിടിച്ച് മുമ്പോട്ട് പൊക്കോളും. സിനിമ അത് നല്ല സിനിമകൾ നടന്നുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ്. ഇപ്പം ദർശനയുടെ ഫാമിലിയിലുള്ള എല്ലാവരും സിനിമയിൽ എത്തിയേണ്ട ഒരു സന്തോഷമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോട്ടോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ പാരന്റ്സിന്റെ വഴിയിലൂടെ മക്കള് നടക്കുന്നു, അത് കാണാറുണ്ട്. അല്ല, നെപ്പോ മമ്മി അല്ല, അമ്മ തന്നെത്താൻ കണ്ടുപിടിച്ചതാണ്. ഞാനൊന്നും കൊണ്ടുവന്നതൊന്നുമല്ല അമ്മേനെ. പക്ഷേ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. സോറി, ഞാൻ ക്വസ്റ്റ്യൻ അല്ല ഇതന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ 4 പേരും എങ്ങനെ ഇതിപ്പം അച്ഛനും അമ്മയും സിനിമയിലുണ്ടെങ്കിൽ പിന്നെ മക്കള് സിനിമയിൽ വരുന്നത് കാണാറുണ്ട്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതൊക്കെയാണ്. പക്ഷെ വേറൊരു പ്രൊഫഷനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മകള് വഴിതെറ്റി സിനിമയിൽ എത്തുന്നു, പിന്നീട് ഫാമിലി മൊത്തം സിനിമയിൽ എത്തുന്നു. ഇതെങ്ങനെ തിരിച്ചായിരുന്നു? തമാശക്ക് പറയണ്ട, മറ്റേ ഏത് ഹോട്ടലായിരുന്നു ഇവിടുത്തെ റിസപ്ഷൻ ആണെന്ന്, സിനിമ റിസപ്ഷൻ പോലെയാണ്. മറ്റേ എല്ലാരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഏതൊക്കെയോ ഷൂട്ടിലേക്കൊക്കെ പോകുന്നതാണ്. പക്ഷെ അത് സംഭവിച്ചു പോയതാണ്. എല്ലാവരും ദർശനം വന്നതിന് ശേഷം തന്നെയാണ് ഇവരൊക്കെ സിനിമ മോഹമൊക്കെ. അല്ല, എൻ്റെ ചേച്ചിയാണ് ആക്ച്വലി ഞങ്ങളുടെ ഫാമിലിയിൽ ഫസ്റ്റ് ആക്ടറായിട്ട് കാണുന്നത്. ചേച്ചി ചെറുതിലേ തൊട്ട് നാടകം സ്കൂളിലൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഷീ ടീച്ചേഴ്സ് ചിൽഡ്രൻ ബാംഗ്ലൂരിൽ തിയേറ്റർ. ഞാൻ ചെയ്തു തുടങ്ങി. അങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അമ്മയെക്കൊണ്ട് പറ്റുന്ന അമ്മയുടെ ഒരു എനർജി വെച്ചിട്ട് യു സെൻസ് ദാറ്റ് ഷീൽ മേക്ക് എ ഗുഡ് ആക്ടർ. അത് തോന്നും എപ്പോഴും. അല്ലെങ്കിൽ ജനറലി ആക്റ്റീവ് ആണ് ആർട്ട് സീനിൽ. ഞങ്ങൾ ചെറുതിലേ തൊട്ട് ആണ് അങ്ങനെ ആസ് എ ഫാമിലി ഭയങ്കര ആക്റ്റീവ് ആണ്.
പക്ഷെ അമ്മ ഇതേപോലെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് അതെ എന്നെ ഒരു ഓഡിഷൻ വിളിച്ചിട്ടുണ്ട്, ഈ ഓഡിഷൻ എന്താ ചെയ്യണ്ടേ പറഞ്ഞു താന്നു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് അവരെന്തെങ്കിലും ഒരു സീൻ തരും, അവിടെ പോയി ചെയ്താൽ മതി. ആദ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ, അപ്പം അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല അവിടെ പോയിട്ട്. പിന്നെ അമ്മ ടിപ്സ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് അമ്മ പോയിട്ടൊരു അമ്മ തുടങ്ങണത്. പിന്നെ തുടങ്ങി കഴിഞ്ഞിട്ട് ഷീസ് ബിൻ ഹാവിങ് എ ഗ്രേറ്റ് ടൈം. വേറെ തന്നെ ഒരു ജേർണിയാണ് അമ്മയുടെ ആക്ടിങ്ങും ഒക്കെ ആയിട്ട്. അമ്മയുടെ തിയേറ്റർ വിസിറ്റും ഭയങ്കര പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഏറ്റവും ആവേശമുള്ളത് തിയേറ്റർ വിസിറ്റ്. ആവേശം മാക്സ് ആണ് അവിടെ. ലൈഫിലെ ആവേശം മാക്സ് ആണ്. അതെ, എപ്പോഴും അങ്ങനെയാ അമ്മയുടെ. റോഷന്റെ സിനിമകളിലൊപ്പം ഞാൻ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന പറഞ്ഞ സ്റ്റോറി ടെല്ലിംഗ്, അന്ന് നടന്നിട്ടുള്ള വീടിന്റെ അയ്മനം വീടിന്റെ കഥ പറയുന്നതാണ്. അത്തരം എന്തെങ്കിലുമൊക്കെ ഇനിയും ചെയ്യാൻ പ്ലാൻ ഉണ്ട്? ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിട്ട് തോന്നിയിട്ടുള്ളത് പ്ലാൻ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചുമ്മാ ഇടയ്ക്ക് എഴുതാറൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ പല പ്ലാനുകളുണ്ട്. ഒരു ചെറിയ പീസ് എന്തെങ്കിലും ചെയ്യണം, ചെറിയ നാടകം ഉണ്ടാക്കണം. വരയ്ക്കും നന്നായിട്ട്. അപ്പൊ അത് അങ്ങനെ അതും ഇടയ്ക്ക് ഇങ്ങനെ എല്ലാരും കൂടെ പുഷ് ചെയ്ത് വരയ്ക്കാൻ നോക്കും. വെറുതെ ഇങ്ങനെ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കുന്ന, അല്ലാതെ അതുമായിട്ട് പ്ലാൻ ഒന്നുമില്ല. പബ്ലിഷ് ചെയ്യായിരുന്നു അല്ല. പക്ഷെ പ്ലാനുകൾ അങ്ങനെ ഒരുപാടുണ്ട്. ഉണ്ടാവുമല്ലോ സമയം. പടമൊന്നും ഇല്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞിരിക്കുന്ന സമയമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിനും വരയ്ക്കാം, പാടണ്ട പാട്ടില് ദർശനം നോക്കിക്കോളും. അതെ. ഇല്ല, പക്ഷെ അങ്ങനെ കുറെ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കിടപ്പുണ്ട്. നല്ലതല്ലേ? എല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാതായിപ്പോ. ചിലതൊക്കെ അങ്ങനെ കിടന്ന് ഓടണം കുറെ കൊല്ലങ്ങളുടെ പ്രോജക്റ്റുകളായിട്ട്. നമുക്ക് ഈ 30 വയസ്സായതിന്റെ ഒക്കെ ഒരു സമയത്ത് എത്തുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ലൈക്ക് അഡൾട്ട് ആവുമല്ലോ. ഞാനിപ്പോ പറഞ്ഞത് അങ്ങനെ ഒരു ഫീലിംഗ് വന്നില്ലേ? ചെറിയൊരു ക്വാർട്ടർ ലൈഫ് ക്രൈസിസിലൂടെ എനിക്ക് ആ ഫീലിംഗ് കിട്ടിയില്ല. ഞാൻ ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ പാരന്റ്സിന് ഏജ് ആവുന്നു, അപ്പം ആ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മളുടെ ഒരു ഫ്രണ്ട്സ് ഗാങ്ങിലൊക്കെ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ചേട്ടാ അത് പെട്ടെന്ന് പാരന്റ്സ് ഏജ് ആവുന്നു, ജോലി എന്തെങ്കിലും സെറ്റ് ചെയ്യണം, നമ്മൾക്ക് ലോണൊക്കെ ശമ്പളം വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നെങ്കിൽ അത് കുറച്ച് ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ അത് കേൾക്കുമ്പോൾ കൊതിയുണ്ട്, പക്ഷെ ഇതെങ്ങനെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്കിതൊക്കെ കുറെ സ്ട്രെസ് ഉണ്ട് അതില്, ഭയങ്കര ടെൻഷനുകളുണ്ട്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒരു ഭയങ്കര പോയിന്റ് ആണ്, ഭയങ്കര വലിയ പ്രശ്നമാണ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ലൈഫിൽ നടക്കൂല, ആക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ തീരുമാനിച്ച് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി നമ്മൾ ഈ പറയുന്നു. പിന്നെ ഇപ്പൊ ഞാൻ ഇതിപ്പോ നമ്മളൊരു പടത്തിന്റെ പ്രൊമോഷൻ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ. ഇപ്പൊ പാരഡൈസിന്റെ ക്രൂവിൽ ഇപ്പൊ രാജീവ് രവി അങ്ങനെയുള്ള ഒരു ക്രൂവും അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു പോയിന്റ്സ് ഒക്കെ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും മൂവി ബേഴ്സിന്റെ ഇടയിലൊക്കെ. അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തായാലും ഒരു ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് പാരഡൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. അതിനുശേഷം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയായിരിക്കും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പാരഡൈസിന് വേണ്ടി കാണാൻ കാത്തിരിക്കുന്നവരോടും ഇതിനെപ്പറ്റി ഇങ്ങനെ കേട്ടുകേൾവിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ കരുതുന്നവരോടും ആ രണ്ട് ടീമിനോടും എന്താ പറയാനുള്ളത് പാരഡൈസ് കാണാൻ വേണ്ടിയിട്ട്? എല്ലാ ടീംസും എല്ലാരും കൂടെ വന്ന നല്ലതായിരിക്കും. ഇനിയും എല്ലാ ടൈപ്പ് പടങ്ങളും നടക്കണമല്ലോ. അത്രയും ഉണ്ട്. എല്ലാ ടൈപ്പ് പടങ്ങൾക്കും ഇഫ് എനിവെയർ ഐ ഫീൽ മലയാളത്തിലാണ് അങ്ങനെ നമുക്ക് പറ്റുന്നത്. അപ്പോൾ അത് നടക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഇങ്ങനത്തെ പടങ്ങളൊക്കെ മീൻസ് ഇങ്ങനത്തെ ഈ മാസം വരുന്ന എല്ലാ പടങ്ങളും ചെറിയ എന്താ പറയാ അങ്ങനെ ആലോചിച്ചാൽ ഗഗനാചാരി ഇപ്പൊ ഈ പടങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മന്ത് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഫെബ്രുവരി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഒരു ഇൻട്രസ്റ്റിംഗ് മന്ത് ഇതാണെന്ന് തോന്നി എല്ലാ ജോണറിലും. പിന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പൊ ഗഗനചാരിക്കുള്ള ഒരു ഉള്ളൊഴുക്കിന് എസ്പെഷ്യലി ലാപ്പത്ത ലേഡീസ് കഴിഞ്ഞിട്ട് ഉള്ളതുകൊണ്ടും ആളുകൾക്ക് കാണാന്നുള്ളത് ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനത്തെ ഒരു നെക്സ്റ്റ് റൗണ്ട് ഫെസ്റ്റിവലിലേക്ക് വരുമ്പോഴും അതേ ഒരു എക്സൈറ്റ്മെന്റ് ആവേശത്തോടെ എല്ലാരും കാണട്ടെ. അപ്പൊ എല്ലാരും വരട്ടെ. അത് അത്രേ ഉള്ളൂ പറയാൻ. ഇത് നമുക്ക് കഴിച്ചിട്ടില്ലാത്ത ഏതോ ക്വിസീനിലെ ഒരു ഫുഡ് ഐറ്റം ആയിട്ട് ഒരു ഡിഷായിട്ട് ആലോചിച്ചാൽ മതി. ഈ ഇതില് പാരഡൈസ് ട്രെയിലർ കണ്ടു നോക്കും, മണത്തൊക്കെ നോക്കുന്നത് പോലെ നല്ല സാധനമാണ്. നമുക്കിപ്പോ പരിചയമുള്ള ഒരു മുരിങ്ങക്കോലും ഒരു തക്കാളിയൊക്കെ കാണുന്നുണ്ടാവുള്ളൂ, പക്ഷെ എല്ലാം നമുക്ക് കഴിക്കാവുന്ന സാധനങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും പാലറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. IFFK വന്നപ്പോഴും അല്ലെ ഈ ഫെസ്റ്റിവലുകളിലെല്ലാമായിട്ട് ഈ പടം ട്രാവൽ ചെയ്യുമ്പോഴും ഇത് യൂണിവേഴ്സലി എവിടെയോ ഒരു റിലേറ്റബിൾ ഫാക്ടർ ഉണ്ട് ഇതില്. അപ്പോൾ ഒരു കപ്പിളിനുള്ളിലെ റിലേഷൻഷിപ്പിലുള്ള ചെറിയ ചെറിയ നുവാൻസസ് ആയാലും ഇവർ അവിടെ യാത്രയിൽ ചെന്ന് കഴിയുമ്പോൾ കഥയിൽ ഉണ്ടാവുന്ന ഇവന്റ്സ് ആയാലും എല്ലാം
റിലേറ്റബിൾ ആണ്, നല്ല സിനിമയാണെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും കാണുമൊന്നും വേണ്ട, പക്ഷെ ഒരു ചാൻസ് കൊടുക്കാം പടത്തിന്. നിങ്ങളുടെ ഏതെങ്കിലും പുതിയ പ്രോജക്റ്റുകളെ പറ്റിയിട്ടും കൂടെ സംസാരിച്ചിട്ട് ഇനി വരാനിരിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരുപാട് ഭാഷകളിലേക്കൊക്കെ പോകുന്നുള്ളൂ. സഖാവ് അങ്ങനെയാണല്ലോ. സഖാവ് അങ്ങനെയാണ് പറഞ്ഞു. എനിക്ക് മലയാളത്തില് ആഷിഖ് കപൂറിന്റെ റൈഫിൾ ക്ലബിലുണ്ട്, ആൻഡ് കൃഷാന്തിന്റെ സീരീസ് സോണി ലിവിന് ചെയ്യുന്ന ഒരു സീരീസ്, ആ സീരീസിൽ പേരുള്ള സംഭവ വിവരണം 4 സംഘം അതിലുണ്ട്. പിന്നെ തെലുഗുല് സിനിമാ ബണ്ടി എന്ന് പറഞ്ഞ പടം ചെയ്ത പ്രവീണിന്റെ പടത്തില് പർദ എന്ന് പറഞ്ഞിട്ടൊരു പടം അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമിഴിൽ സേത്തുമാൻ എന്ന് പറഞ്ഞ പടം ചെയ്ത തമിഴ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു ലവ് കാവേരി എന്ന് പറഞ്ഞൊരു പെരുമാൾ മുരുകൻ്റെ ബുക്കിൻ്റെ അഡാപ്റ്റേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഞാൻ ഇത്തിരി നേരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഹിന്ദിയിൽ ഒരു റിലീസ് ഉണ്ട് ഉടനെ, ഉലജ് എന്ന് പറഞ്ഞിട്ട്, അത് ജാൻവിയുടെ കൂടെയുള്ള ജാൻവി ഗുൽഷൻ ദേവയ്യ. പിന്നെ ഹിന്ദിയിൽ ഒരു സീരീസും കൂടെ ചെയ്തിട്ടുണ്ട്, രാജുവേട്ടൻ തന്നെ അത് ഷൂട്ട് ചെയ്തത്, കാൻ ഖജൂര എന്ന് പറഞ്ഞ്, അത് ഉടനെ റിലീസ് ഉണ്ടാവും. തമിഴിലൊരു പ്രൊജക്റ്റിൻ്റെ ഷൂട്ട് ഇപ്പം നടക്കുന്നു, കടസിയിലെ ബിരിയാണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടർ നിശാന്തിൻ്റെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മലയാളത്തിലൊരു പടം തുടങ്ങാനുണ്ട്, അത് കുറച്ച് നാളായിട്ട്, ഏകദേശം ഒരു കൊല്ലമായിട്ട് ഇത് തുടങ്ങാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഉടനെ തുടങ്ങും. ഇല്ല, അത് ഒരു അനൗൺസ്മെന്റ് ആയിട്ട് തന്നെ വരട്ടെ അങ്ങനെ. അപ്പോൾ പാരഡൈസ് ഈ ട്രെയിലറും പേരും തമ്മിൽ ഭയങ്കര കോൺട്രാസ്റ്റ്, ഫുൾ തീയും പോകുകയും. ആ കോൺട്രാസ്റ്റ് ഒക്കെ പടത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ പാരഡൈസ് ഒരു ഗംഭീര സിനിമ അനുഭവമായിട്ട് എത്തട്ടെ. ഇപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാ സിനിമകളും കാണാൻ ആൾക്കാർ വരുന്നതാണ്, പാരഡൈസിനും ബാക്കി എല്ലാ സിനിമകൾക്കും അങ്ങനെ ആൾക്കാരുണ്ടാവും. പിന്നെ നിങ്ങളുടെ ഒരുപാട് സിനിമകളും പിന്നെ അല്ലാത്ത വർക്കുകളും സന്തോഷമുള്ള വർക്കുകളൊക്കെ കാണാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്.